والصلاة والسلام على من لا نبي بعده. صحيح ترغيب والترهيب കിതാബുൽ ജുമുഅയിലെ ജുമുഅ നിസ്കാരത്തിൻ്റെ ഫദ്ലും അതുപോലെ അതിൽ പോകുന്നതിൻ്റെ ഫദ്ലും ആ ദിവസത്തിൻ്റെ ഫദ്ലും എല്ലാം അറിയിക്കുന്ന ഹദീസുകളിൽ അടുത്തത് وعن يزيد بن أبي مريم قال لحقني عباية بن رفاعة بن رافع وأنا أمشي إلى الجمعة. യസീദ് ബിൻ അബി മറിയം അദ്ദേഹം പറയുകയാണ്, ഞാൻ ജുമുഅയിലേക്ക് അഥവാ വെള്ളിയാഴ്ച ദിവസം ജുമുഅ നിസ്കാരം ഉദ്ദേശിച്ചുകൊണ്ട് മസ്ജിദിലേക്ക് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അബായത്ത് റിഫാഅ എന്നെ കണ്ടുമുട്ടുകയുണ്ടായി. ഫഖാല, അദ്ദേഹം പറഞ്ഞു, അബ്ശിർ ഫഇന്ന ഖുതാക ഹാദിഹി ഫീ സബീലില്ലാഹ്, നിനക്ക് നല്ല വാർത്തയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞു, നിന്റെ ഈ കാലടി അള്ളാഹുവിന്റെ മാർഗത്തിലുള്ളതാണ്. സമിഅതു അബാ അബ്സിൻ യഖൂൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സുഹാബിയായിട്ടുള്ള അബു അബ്സ് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, മൻ ഇഗ്ബറത് ഖദമാഹു ഫീ സബീലില്ലാഹ് ഫഹുമ ഹറാമുൻ അലന്നാർ, ആരുടെ രണ്ട് കാലുകളാണോ അള്ളാഹുവിന്റെ മാർഗത്തിൽ പൊടി പുരണ്ടതാകുന്നത്, ഫഹുമ ഹറാമുൻ അലന്നാർ, അവ രണ്ടും നരകത്തിന്റെ മേൽ ഹറാമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായിട്ട്. ഇതിന്റെ വേറെ റിവായത്തിൽ കാണാം, ഖാല അബായത്തുൽ റിഫാഅ പറയുന്നുണ്ട്, അദ്റകനി അബു അബ്സിൻ വ അന ദാഹിബുൻ ഇലൽ ജുമുഅ, സഹാബിയായിട്ടുള്ള അബു അബ്സ് ഞാനൊരു ദിവസം ജുമുഅയിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ എന്നെ കണ്ടുമുട്ടുകയുണ്ടായി. ഫഖാല സമിഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, അദ്ദേഹം പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, മൻ ഇഗ്ബറത് ഖദമാഹു ഫീ സബീലില്ലാഹ് ഹറമഹുല്ലാഹു അലന്നാർ. മറ്റൊരു റിവായത്തിൽ മഗ്ബറത് ഖദമാ അബ്ദിൻ ഫീ സബീലില്ലാഹ് ഫതമസ്സഹു അന്നാർ, അള്ളാഹുവിന്റെ മാർഗത്തിൽ കാലുകളിൽ പൊടി പുരണ്ടവന്റെ അവ നരകത്തിന്റെ മേൽ ഹറാമാണ് എന്നുള്ളത്. ഇതിൽ ഫീ സബീലില്ലാഹ് എന്നുള്ള പദം പൊതുവെ ദീനിൽ ഉപയോഗിക്കാറുള്ളത് ജിഹാദിന്റെ അർത്ഥത്തിലാണ്. എന്നാൽ ആ ഒരു ഹദീസിനെ, ആ ഒരു വാക്കിനെ സ്വഹാബി പഠിപ്പിച്ചു കൊടുക്കുന്നത് ജുമുഅക്ക് വേണ്ടി മസ്ജിദിലേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു നടത്തവും അപ്പോൾ തട്ടുന്ന പൊടിപടലങ്ങളുമെല്ലാം അതുപോലെ തന്നെയാണ് എന്ന നിലക്കാണ് സ്വഹാബി ഇത് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, വെള്ളിയാഴ്ച ദിവസം ജുമുഅയിലേക്ക് പോകുന്നത്, പ്രത്യേകിച്ചും നടന്നു പോകുന്നതിന്റെ ഫള് നിസ്കാരത്തിന് വേറെയുണ്ട്, ജുമുഅയുമായി ബന്ധപ്പെട്ടിട്ടും വേറെ വന്നിട്ടുണ്ട്. അത് വളരെ ശ്രേഷ്ഠമായിട്ടുള്ള ഒരു കാര്യമായിട്ട് ഈ ഹദീസിനെ മനസ്സിലാക്കാം. وعن أبي أيوب الأنصاري رضي الله عنه قال سمعت رسول الله صلى الله عليه وسلم يقول, അബൂ അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു അൻഹു ധരിക്കുന്ന ഹദീസിൽ അദ്ദേഹം പറയുന്നു, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് കേട്ടു, മൻ ഇഗ്തസല യൗമൽ ജുമുഅ, ആരാണോ വെള്ളിയാഴ്ച ദിവസം കുളിക്കുന്നത്, വമസ്സ മിൻ തീബിൻ ഇൻ കാന ഇൻദഹു, അവന്റെ അടുക്കൽ സുഗന്ധമുണ്ടെങ്കിൽ അഥവാ അത്തറുമെല്ലാം ഉണ്ടെങ്കിൽ അത് അവൻ ഉപയോഗിക്കുന്നു, വലബിസ മിൻ അഹ്സനി സിയാബിഹി, അങ്ങനെ അവന്റെ വസ്ത്രങ്ങളിൽ ഏറ്റവും നല്ല വസ്ത്രം ധരിക്കുന്നു, ثم خرج حتى يأتي المسجد, അങ്ങനെ അവൻ മസ്ജിദിലേക്ക് പുറപ്പെടുന്നു, ഫയർകഅ മാ ബദാലഹു, അങ്ങനെ മസ്ജിദിൽ വെച്ച് അവന് സാധിക്കുന്ന എത്രയാണോ, മസ്ജിദിൽ നേരത്തെ എത്തിയിട്ട് അവൻ സാധിക്കുന്ന അത്ര സുന്നത്തായ നിസ്കാരങ്ങൾ ഈ 2 റക്അത്ത് വെച്ച് അവൻ നിസ്കരിക്കുന്നു. വലം യുഅദി അഹദൻ, അവൻ ഒരാളെയും പോകുന്ന വഴിയിലോ അല്ലെങ്കിൽ മസ്ജിദിൽ വെച്ചിട്ടോ ഒരു തരത്തിലും ഉപദ്രവിക്കുകയോ ബുദ്ധിമുട്ടിലാക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. ثم أنصت حتى يصلي, അങ്ങനെ നിസ്കാരം വരെ അവൻ ശ്രദ്ധിച്ചു കേട്ടു, അഥവാ ഖുതുബ നിശബ്ദമായിക്കൊണ്ട് ശ്രദ്ധിച്ച് അവൻ കേൾക്കും. കാന കഫാറത്തൻ ലിമാ ബൈനഹാ വബൈനൽ ജുമുഅത്തിൽ ഉഖ്റാ, അത് അവന്റെ ഒരു ജുമുഅയും മറ്റൊരു ജുമുഅയ്ക്കിടയിലുള്ള ചെറുപാപങ്ങൾക്കുള്ള കഫാറത്തായിരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാം. വെള്ളിയാഴ്ച ദിവസത്തിൽ ജുമുഅക്ക് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽ അല്ലെങ്കിൽ പ്രോത്സാഹിപ്പിക്കപ്പെട്ടുള്ള കാര്യങ്ങളിൽ എല്ലാം പല കാര്യങ്ങളുണ്ട്. അതിൽ ചില കാര്യങ്ങളാണ് ഈ ഹദീസിൽ പറഞ്ഞിട്ടുള്ളത്. ഒന്ന്, കുളിക്കുക എന്നുള്ളത്, അതുപോലെ സുഗന്ധം ഉപയോഗിക്കുക, ഉള്ളതിൽ വെച്ച് നല്ല വസ്ത്രം ധരിക്കുക, മസ്ജിദിലേക്ക് പുറപ്പെടുക, അവിടെ മസ്ജിദിൽ പിന്നെ സുന്നത്തായ നിസ്കാരങ്ങൾ നിസ്കരിച്ച് ഈ 2 റക്അത്ത് നിസ്കരിക്കുക, മറ്റൊരാളെ ഒരു തരത്തിലും ബുദ്ധിമുട്ടിക്കാതിരിക്കുക, ഖുതുബ ശ്രദ്ധിച്ച് കേൾക്കുക, ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ആ പാപങ്ങൾക്കുള്ള കഫാറത്താണ്. മറ്റൊരു ഹദീസിലും ഇതേ ആശയം കാണാം. വഅൻ സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്, ലാ യഗ്തസിലു റജുലുൻ യൗമൽ ജുമുഅ
വയതതഹറു മസ്തതാഅ മിൻ തുഹ്രിൻ വയദ്ദഹിനു മിൻ ദുഹ്നിഹി. ഒരാൾ വെള്ളിയാഴ്ച ദിവസം അവൻ കുളിക്കുകയും കുളിച്ച് വൃത്തിയാവുകയും ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഏറ്റവും നല്ല രീതിയിൽ അവൻ ശുദ്ധിയായിട്ടുണ്ട്. വയദ്ദഹിനു മിൻ ദുഹ്നിഹി വയമസ്സു മിൻ ത്വയ്യിബി ബൈതിഹി. അവൻ മുടികളിലെല്ലാം എണ്ണ ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല സുഗന്ധം അവൻ ലഭ്യമായിട്ടുള്ള അവന്റെ വീട്ടിലുള്ള സുഗന്ധം അവൻ ഉപയോഗിച്ചിട്ടുണ്ട്. സുമ്മ യഖ്റുജു ഫലാ യുഫരിഖു ബൈന ഇസ്നൈൻ. അങ്ങനെ മസ്ജിദിലേക്ക് പുറപ്പെട്ടു. മസ്ജിദിനിടയിൽ ഇരിക്കുന്ന രണ്ടാൾക്കിടയിൽ വേർതിരിവുണ്ടാക്കി അകറ്റി അവരുടെ ഇടയിൽ ബുദ്ധിമുട്ടുണ്ടാക്കാതെ അവൻ മസ്ജിദിലേക്ക് എത്തുന്നു. സുമ്മ യുസല്ലി മാ കുതിബ ലഹു. പിന്നെ അവൻ ഐച്ഛികമായിട്ട് നേരത്തെ മസ്ജിദിൽ എത്തിക്കഴിഞ്ഞാൽ അവന് എത്രയാണോ നിസ്കരിക്കാൻ സാധിക്കുന്നത് അവൻ അത്ര നിസ്കരിക്കുന്നു, സുന്നത്തായിട്ടുള്ള നിസ്കാരം. സുമ്മ യുൻസിതു ഇദാ തകല്ലമ അൽ ഇമാം. അങ്ങനെ ഇമാം ഖുത്ബ നിർവഹിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിശബ്ദമായിരുന്നു ശ്രദ്ധിച്ചത് കേൾക്കുന്നു. ഇല്ലാ ഗുഫിറ ലഹു മാ ബൈനഹു വ ബൈനൽ ജുമുഅത്തിൽ ഉഖ്റ. അങ്ങനെ ചെയ്താൽ അവന്റെ ഒരു ജുമുഅയുടെയും മറ്റു ജുമുഅയുടെയും ഇടയിലുള്ളത് പൊറുക്കപ്പെടുന്നതാണ്. വേറെ റിവായത്തിൽ മാ മിൻ റജുലിൻ യതതഹറു യൗമൽ ജുമുഅ കമാ ഉമിറ ثم يخرج من بيته حتى يأتي الجمعة وينصت حتى يقضي صلاته إلا كان كفارة لما قبله من الجمعة. നേരത്തെ പറഞ്ഞ അതേ ആശയം തന്നെ. തൊബറാനിയുടെ റിവായത്തിൽ കാണാം ഇല്ലാ കാന കഫാറത്തൻ ലിമാ ബൈനഹു വബൈനൽ ജുമുഅത്തിൽ ഉഖ്റ മജ്തുനിബത്തിൽ മഖ്തലതു. മഖ്തലതു ഉദ്ദേശിക്കുന്നത് വൻപാപങ്ങൾ. ആ വൻപാപങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ ചെറുപാപങ്ങൾക്കുള്ള കഫാറത്തായിരിക്കും ആ 2 ജുമുഅ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അറിയിക്കുകയാണ്. അപ്പോ ജുമുഅ ദിവസം ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക എന്നുള്ളത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യമാണ്. പിന്നെ ഈ ജുമുഅക്ക് പുറപ്പെടുക എന്ന് പറയുന്നത് അത് എത്രയാണോ നേരത്തെ സാധിക്കുന്നത് അത്രയും നേരത്തെ പുറപ്പെടുക എന്നുള്ളതാണ് പണ്ഡിതന്മാർ അതിനെപ്പറ്റി പറഞ്ഞിട്ടുള്ളത്. ഏറ്റവും തുടങ്ങുന്ന സമയം സൂര്യൻ ഉദിച്ചു കഴിഞ്ഞിട്ടുള്ള ആദ്യ സമയത്ത് തന്നെ അതിന്റെ ആ സമയം ആരംഭിക്കുന്നുണ്ട്. എത്രയാണോ ഒരാൾക്ക് നേരത്തെ സാധിക്കുക അത്രയും നേരത്തെ ജുമുഅക്ക് പുറപ്പെടുക എന്നുള്ളത് അഫ്ളലാണ്. ബറക്കല്ലാഹു ഫീക്കും. അസ്സലാമു അലൈക്കും.